ബയോഗ്യാസ് പ്ലാന്റുകളുടെ സ്കം ഫോർമേഷൻ. സാധാരണ പ്ലാന്റ് നിർമ്മാതാക്കളൊന്നും ഈ സ്കം ഫോർമേഷനെ കുറിച്ച് കാര്യമായി ബോധവാന്മാരല്ല എന്ന് മാത്രമല്ല, അത്തരം കാര്യങ്ങൾ ഗുണഭോക്താക്കൾക്ക് പറഞ്ഞു കൊടുക്കാറുമില്ല. പ്ലാന്റ് സ്ഥാപിച്ച് 1-2 മാസത്തിനുള്ളിൽ സ്കം ഫോം ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. ആ സമയമൊക്കെ പ്ലാന്റ് നന്നായിട്ട് പ്രവർത്തിക്കും. എന്നാൽ അത് കഴിയുമ്പോഴാണ് ഒരു സ്കം ഫോർമേഷൻ ലെവലിലോട്ട് ബയോഗ്യാസ് പ്ലാന്റുകൾ എത്തുന്നത്. സാവധാനം ജീർണിക്കുന്ന നാര് അധികമായി അടങ്ങിയ ജൈവാവശിഷ്ടങ്ങൾ ഭാഗികമായി സംസ്കരിക്കപ്പെട്ടതിന് ശേഷം ഡൈജസ്റ്ററുകളുടെ പ്ലാന്റിന്റെ പ്രവർത്തനം നടക്കുന്ന പ്രധാന ടാങ്കിന്റെ പേരാണ് ഡൈജസ്റ്റർ. അതിന്റെ ജൈവ അവശിഷ്ടങ്ങൾ നിറഞ്ഞ സ്ലറിയുടെ മുകൾ പരപ്പിൽ ഒരു ലെയറായിട്ട് തങ്ങി നിൽക്കാൻ തുടങ്ങും. കാരണം സംസ്കരണം കഴിയുമ്പോൾ ഇവയുടെ ഭാരം കുറയും. ഇങ്ങനെ തങ്ങി നിൽക്കുന്നത് ഗ്രാജുവലായിട്ട് അതിന്റെ അളവ് കൂടും. ഇങ്ങനെ കൂടുന്നതനുസരിച്ച് ഇതിനകത്ത്, അതായത് ഡൈജസ്റ്ററിനകത്ത് സൂക്ഷ്മാണു ജീവികൾക്ക് പ്രവർത്തിക്കേണ്ട മേഖല കുറഞ്ഞു വരും. അങ്ങനെ വരുമ്പോൾ പ്ലാന്റിന്റെ പ്രവർത്തനക്ഷമത കുറയാൻ തുടങ്ങും.